വീണ്ടും ഇരട്ടത്താപ്പുമായി കോൺഗ്രസ്. പലസ്തീൻ പതാകയുള്ള ബാഗുമായി പ്രിയങ്ക വാദ്ര പാർലമെന്റിൽ. ബംഗ്ലാദേശിലെ ഹിന്ദുവിരുദ്ധ കലാപത്തെപ്പറ്റി ഒരക്ഷരം പരാമർശിക്കാത്ത പ്രിയങ്കയാണ് പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൊപ്പം ചേരുന്നു. ഗൗതം, പലസ്തീൻ അനുകൂല ചിത്രങ്ങളുള്ള അല്ലെങ്കിൽ പതാക ഉള്ള ബാഗുമായാണെന്ന് പ്രിയങ്ക വന്നത്. അങ്ങനെ തിരിഞ്ഞു നിന്ന് ചിരിക്കുന്ന ഒരു ചിത്രം നവമാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുമുണ്ട്. ബംഗ്ലാദേശിനെ കുറിച്ച് ഈ നിമിഷം വരെ ഒന്നും മിണ്ടിയിട്ടില്ല പ്രിയങ്കയോ രാഹുലോ ആരും. പക്ഷെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, അല്ലേ? കൃഷ്ണരാജ്, അതാണ്. അതായത് ഇന്നിപ്പോൾ ലോക്സഭയിലേക്ക് പ്രിയങ്ക വാദ്ര എത്തിയത് ഒരു പ്രത്യേക ബാഗുമായാണ്. ആ ബാഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ രണ്ട് സൈഡിലും പാലസ്തീൻ്റെ പതാകയുണ്ട് എന്നുള്ളതാണ്. ആ പതാകയും ഉള്ള പ്രത്യേക ബാഗ് അത് എടുത്തുയർത്തി ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പ്രിയങ്കയുടെ ചിത്രം ഷെമ മുഹമ്മദിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ആദ്യം സോഷ്യൽ മീഡിയയിലിട്ടു. അതുകൂടാതെ AICCയുടെ ഔദ്യോഗിക മാധ്യമ വിഭാഗം തന്നെ അത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയും പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രത്യേക തരത്തിലുള്ള ബാഗുമായി പ്രിയങ്ക വാദ്ര ഇന്ന് പാർലമെന്റിലേക്ക് എത്തിയത് എന്ന് കോൺഗ്രസിൻ്റെ മീഡിയ വിഭാഗം തന്നെ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രിയങ്ക വാദ്ര പാലസ്തീൻ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രത്യേക ബാഗ്, പാലസ്തീൻ്റെ പതാകയുള്ള ബാഗുമായി പ്രിയങ്ക വാദ്ര എത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ വിമർശിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപം അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വലിയ കലാപം ഇസ്ലാമിസ്റ്റുകൾ നടത്തുകയാണ്. ധാരാളം ക്ഷേത്രങ്ങൾ ഇതിനകം തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കണക്കുകൾ ഇപ്പോഴും വ്യക്തമല്ല. ആചാര്യ കൃഷ്ണദാസ് പ്രഭുവിനെ പോലെയുള്ള ബംഗ്ലാദേശിലെ പ്രമുഖ സന്യാസി ശ്രേഷ്ഠന്മാർ ഇപ്പോഴും ജയിലിൽ തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഈ വിഷയത്തെപ്പറ്റി ഒന്നും പ്രിയങ്ക വാദ്ര ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. പ്രിയങ്ക മാത്രമല്ല ഇപ്പോൾ പാർലമെന്റിലുള്ളത്. സഹോദരൻ രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അമ്മ സോണിയ രാജ്യസഭയിലൂടെ പാർലമെന്റിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ നെഹ്റു കുടുംബത്തിലെ തന്നെ 3 പേർ നിലവിൽ MP ആയുണ്ട്, പാർലമെന്റിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇവരാരും തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപം അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയെപ്പറ്റി ഒരു വിഷയം പരാമർശിക്കുകയോ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടത്തുകയോ ബംഗ്ലാദേശിൽ ഈ കലാപകാരികളെ നേരിടുന്ന അല്ലെങ്കിൽ അവിടെ ഈ പീഡനങ്ങൾ സഹിച്ച് ഇപ്പോഴും തുടരുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ, പ്രത്യേകിച്ച് രാഹുലിൻ്റെയോ പ്രിയങ്കയുടെയോ സോണിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ തന്നെയാണ് വളരെ ദൂരെയുള്ള പാലസ്തീനിലെ പ്രശ്നം, ആ വിഷയം ഉയർത്തിക്കൊണ്ട് വീണ്ടും ഐക്യദാർഢ്യ റാലികൾ നടക്കുന്നു. നമുക്കറിയാം, ഇതാദ്യമായല്ല പാലസ്തീന് കോൺഗ്രസ് നേതൃത്വം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. മുൻപും പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളിൽ രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള പല നേതാക്കൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ BJP വിമർശിക്കുന്നത് ഇത് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ബാഗുമായാണ് ഇന്നിപ്പോൾ പ്രിയങ്ക വാദ്ര പാർലമെന്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. BJP ദേശീയ വക്താവ് സാംബിത് പാത്ര ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. അതായത് മുസ്ലിം പ്രീണനമാണ് പ്രിയങ്ക വാദ്ര ലക്ഷ്യമിടുന്നത്, അതാണ് ഈ പാലസ്തീൻ ഐക്യദാർഢ്യ ഭാഗമായി ഇന്ന് വന്നത് എന്ന വിമർശനമാണ് BJP ഒരു ഭാഗത്ത് ഉയർത്തുന്നത്. കൃഷ്ണരാജ്, ശരി, വീണ്ടും ഇരട്ടത്താപ്പ് കാണിക്കുന്നു കോൺഗ്രസ്. പലസ്തീൻ പതാകയുള്ള ബാഗുമായി പ്രിയങ്ക വാദ്ര പാർലമെന്റിലെത്തി. ബംഗ്ലാദേശ് വിഷയത്തിൽ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിടുന്ന ഹിന്ദുവിരുദ്ധ കലാപം, അതായത് ഹിന്ദുവേട്ട, അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ ഇതുവരെ ഇവരാരും തയ്യാറായിട്ടില്ല. അപ്പോഴാണ് പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുന്നത് എന്നോർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം.